ഹായ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്ക്വയർ ആണ് മെത്തേഡാണ്. 100ന്റെ ബേസിൽ 100 താഴെയുള്ള നമ്പറിന്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊരു മെത്തേഡാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 100ന്റെ ബേസിൽ ചെയ്യുന്നു. 100 താഴെയുള്ള നമ്പറിന്റെ സ്ക്വയർ. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു 96ന്റെ സ്ക്വയർ കാണും നമുക്ക്. അപ്പം ചെയ്യുന്ന കാര്യം 100ന്റെ ബേസിൽ ചെയ്യുന്നത്. അപ്പം സ്ക്വയർ കാണേണ്ട 96ഉം 100ഉം തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. എത്ര ഡിഫറൻസ്? 4 അല്ലേ? ആ 4ന്റെ സ്ക്വയർ എടുക്കുക. 4ന്റെ സ്ക്വയർ 16. ഓക്കെ, അപ്പോൾ 16. അപ്പോൾ ആൻസർ പകുതിയായി 16 കിട്ടി. ഇനി അടുത്ത് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫറൻസ് 4 അല്ലേ? ആ ഡിഫറൻസ് 4 മൈനസ് ചെയ്യുക. എവിടെ നിന്ന് മൈനസ് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ കാണുന്ന നമ്പർ എന്താണോ ആ നമ്പറിൽ നിന്ന് ആ 4 മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 96ൽ നിന്നും 4 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 92 കിട്ടും. അപ്പോൾ 9216 ഇതാണ് 96ന്റെ സ്ക്വയർ. പിന്നെ കാര്യം ശ്രദ്ധിക്കുക, ഈ ഡിഫറൻസിന്റെ സ്ക്വയർ എടുക്കുമ്പം എപ്പോഴും ആ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ഡിജിറ്റ് നമ്പർ ആയിരിക്കണം എന്നും കൂടെ ഓർത്തിരിക്കും. അപ്പം കഴിഞ്ഞല്ലോ. അപ്പോൾ അതാണ് 96 സ്ക്വയർ. ദെൻ ഒന്നും കൂടെ നോക്കാം. ഒരു 88ന്റെ സ്ക്വയർ കാണണം. ഇതേ മെത്തേഡിൽ 88ന്റെ സ്ക്വയർ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ 100 ബേസാണ് ചെയ്യുന്നത്, 100ന്റെ ബേസാണ് ചെയ്യുന്നത്. അപ്പം 100ഉം സ്ക്വയർ നമ്പറായി 88 നമ്മൾ ഡിഫറൻസ് 12 ആണെന്ന് മനസ്സിലായി. ആ 12ന്റെ സ്ക്വയർ എടുക്കുക. ഡിഫറൻസ് 12 ആണെന്ന് മനസ്സിലായി. ആ 12ന്റെ സ്ക്വയർ എത്രയാണ്? 144 ആണെന്ന് അറിയാം അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഡിഫറൻസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2 ഡിജിറ്റ് ആയിരിക്കണം. ഇവിടെ 12 സ്ക്വയർ 144 ആണ്. 144 3 ഡിജിറ്റ് ആണ്. നമുക്ക് 3 ഡിജിറ്റ് പറ്റാത്തതുകൊണ്ട് അതിന് 2 ഡിജിറ്റ് എടുക്കുന്നു. എങ്ങനെയാ വെച്ചാൽ ആ 144ലെ 44 മാത്രം എടുക്കുന്നു. 44 മാത്രം എടുക്കുന്നു. ബാക്കിയുള്ള 1 അധികം ഉണ്ടല്ലോ, ആ അധികമുള്ള 1 റിമൈൻഡർ ആയിട്ട് മാറ്റി വെക്കുന്നു. അപ്പം 1 റിമൈൻഡർ നമുക്കുണ്ട്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ആ ഡിഫറൻസ് നമ്പറിൽ നിന്ന് മൈനസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ 88 മൈനസ് ഡിഫറൻസ് എത്ര? 88 മൈനസ് 12. 88 മൈനസ് 12 76 കിട്ടും അല്ലേ? ആ 76നൂടെ ഈ റിമൈൻഡർ ആയി 1 കൂടെ അടിയുമ്പോൾ 77 കിട്ടും. അപ്പോൾ ഇതാണ് 88ന്റെ സ്ക്വയർ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് 100 താഴെയുള്ള നമ്പറിന്റെ സ്ക്വയർ ചെയ്യാൻ പറ്റും.